ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധികയുടെ പുതിയ എപ്പിസോഡില് രാധികയെ മോശമായി പറയുമ്പോൾ സൂര്യ കൽപ്പനയെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കാണ്. ആ ദേഷ്യത്തില് കൽപ്പന തൃപ്തിയല്ലോ നിനക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. മോളെ രാധികയെ സോറി എന്ന് പറയുമ്പോഴേക്കും രാധിക അവിടുന്ന് പോവാണ് സങ്കടത്തോടു കൂടി. ഈ സമയം മുത്തശ്ശി വരുമ്പോ സൂര്യ പറയും, കണ്ടോ മുത്തശ്ശി, ഭർത്താവിനെ രക്ഷിച്ചതിന് കൽപ്പന അവൾക്ക് കൊടുത്ത പ്രതിഫലം കണ്ടോ മുത്തശ്ശി, എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നത്? മുത്തശ്ശി പറയും, പോട്ടെ മോനെ, എല്ലാം പതുക്കെ പതുക്കെ അല്ലേ ശരിയാക്കി എടുക്കാൻ പറ്റൂ. വേറെ എന്തും ഞാൻ സഹിക്കും മുത്തശ്ശി, എന്റെ പെങ്ങളാണ് രാധിക, അവൾ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ പൊറുക്കില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് സൂര്യ അവിടുന്ന് പോകും. അങ്ങനെ ശേഷം രാത്രിയിലെ രാധിക ഇങ്ങനെ വിഷമിച്ചിരിക്കുക. മുത്തശ്ശിക്കും മോളിപ്പോഴും കൽപ്പന പറഞ്ഞ കാര്യങ്ങൾ ഓർത്താണ് ഇരിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ് മോളെ, ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തവരെയും ഒറ്റയടിക്ക് അങ്ങ് നിഷേധിക്കും. കൽപ്പന സത്യസന്ധമായി സൂര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നടക്കാൻ കാരണക്കാരിയായ നിന്നോട് നന്ദിയോടെ പെരുമാറൂ. മുത്തശ്ശി രാധികയോട് പറയും, മോളിപ്പോഴും ഭഗവാന്റെ ശക്തിയിലല്ലേ വിശ്വസിക്കുന്നത്, ഇതൊക്കെ തിരുത്താൻ ഭഗവാനെ കൊണ്ട് സാധിക്കും മോളെ. രാധിക പറയും, മുത്തശ്ശി ഞാൻ നാളെ ആറ്റുവാശ്ശേരിയിലേക്ക് തിരികെ പോവാ. അത് കേൾക്കുമ്പോ മുത്തശ്ശി ഞെട്ടും. എന്താ മോളെ പറയുന്നത്? തിരിച്ചു പോവാനോ? ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നീ ഇവിടെ ഉണ്ടാവണം കുട്ടി. ദൈവം ഇനിയും നിന്നെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ പൂർത്തിയാവുന്നത് വരെ നീ ഇവിടെ ഉണ്ടായേ പറ്റൂ. രാധിക പറയും, ഇല്ല മുത്തശ്ശി, ഞാനിവിടെ നിന്നതിലെ ഒരൊറ്റ കാരണേ ഉള്ളൂ, ഏട്ടന്റെ ചികിത്സ. ഏട്ടൻ എഴുന്നേറ്റ് നടന്നപ്പോ അത് കഴിഞ്ഞു. പിന്നെ കൽപ്പനേട്ടത്തിയുടെ രീതികൾ, ഏട്ടത്തി ഏട്ടനെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതാവും. കാരണം മുത്തശ്ശിക്ക് അറിയാലോ, ഏട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ഏട്ടത്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനിപ്പോ നമ്മൾ ചെയ്യേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളതാ. ഞാൻ വലിയൊരു തടസ്സാ, ഞാൻ മാറിക്കൊടുക്കാം. മുത്തശ്ശിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. രാധിക അടുത്തേക്ക് ചെന്ന് കൈ പിടിച്ചിട്ട് പറയും, മുത്തശ്ശി നിർബന്ധം പിടിക്കരുത്, മറ്റാരെങ്കിലും അതിന് നിർബന്ധം പിടിച്ചാൽ അതിന് കൂട്ടു നിൽക്കരുത്. ഇനി എപ്പോഴെങ്കിലും ഒന്ന് കണിമംഗലത്ത് വരാനും സന്തോഷത്തോടു കൂടി എല്ലാവരെയും കാണാനുള്ള അവകാശം കൂടെ എനിക്കില്ലാതാക്കരുത് മുത്തശ്ശി. മോളും രാധിക പറയും, എനിക്കിവിടെ എല്ലാവരെയും ഇഷ്ടം മുത്തശ്ശി. കണിമംഗലത്തുള്ള എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരിയുണ്ടാവണം. ഏട്ടനും ഏട്ടത്തിയും വരുണും പ്രിയങ്കയും എല്ലാവരും സുഖമായിട്ട് ജീവിക്കട്ടെ, ഞാനും സന്തോഷിക്കും. പിന്നെ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് പോന്നിട്ട് ഒരുപാട് നാളായില്ലേ, അവരുടെ കൂടെ ചെന്ന് നിൽക്കണം, എന്നിട്ട് എല്ലാം പഴയതുപോലെ ആവണം. പിന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് പോയാലും മുത്തശ്ശിയുടെ സ്നേഹമൊക്കെ എന്നും എന്റെ മനസ്സിലുണ്ടാവും കേട്ടോ. മുത്തശ്ശി പറയും, ഇത്രയും വ്യക്തമായിട്ട് സംസാരിക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ തർക്കിക്കാനാ മോളെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഇഷ്ടമുണ്ടായില്ലെങ്കിലും രാധികയ്ക്ക് അത് തന്നെ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് അവിടെ. ശേഷം പിന്നീട് വരുൺ റൂമിലെ എന്തോ ബുക്ക് നോക്കിയിരിക്കുമ്പോ പ്രിയങ്ക അങ്ങോട്ട് വരും. വരുൺ മൈൻഡ് ചെയ്യുന്നില്ല, എന്നാ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോ വരുൺ വീണ്ടും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. അതിൽ പ്രിയങ്ക അടുത്ത് വന്ന് കവിളിൽ നുള്ളിയിട്ട് വയ്ക്കും, ഞാൻ വന്നത് കണ്ടില്ലേ. വരുൺ പറയും, എനിക്ക് കാഴ്ചക്കുറവൊന്നുമില്ല. പ്രിയങ്കയ്ക്കും എന്നിട്ട് എന്താ ഇങ്ങനെ? വരുൺ ചോദിക്കും, എങ്ങനെ? പ്രിയങ്കയ്ക്കും അല്ല കാണാത്ത പോലെ. വരുൺ പറയും, കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ. പ്രിയ അടുത്ത് നിന്നിട്ട് പറയും, ആരാ പറഞ്ഞത് വിശേഷമൊന്നും ഇല്ലാന്ന്? ഇപ്പോഴല്ലേ ഉള്ളിലിരിപ്പ് മുഴുവനായിട്ട് എനിക്ക് മനസ്സിലായത്. വരുൺ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഒറ്റ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോ ഇരിക്കവിടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ പിടിച്ചിരുത്തുക. ഇനി എന്നെ പറ്റിക്കാൻ ശ്രമിച്ചാലേ ഞാൻ സമ്മതിക്കില്ല. വരുൺ ഈ ഒൽപ്പിക്കലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്താ താൻ പറയുന്നത്? വരുണ് പറയാനുള്ളത് മുഴുവനും തുളസിത്തറയുടെ മുന്നിൽ വെച്ച് വരുൺ ചെയ്തു കാണിച്ചു. എനിക്ക് പറയാനേ പറ്റൂ. വരുൺ പറയും, ഹോ അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. പ്രിയ പറയും, ഹോ പിന്നെ അബദ്ധം പറ്റിയത് ഞാൻ ഇനി വിടില്ല മോനെ എന്ന് പറഞ്ഞ് വീണ്ടും കവിളിൽ തട്ടുമ്പോ വരുൺ ആ കയ്യങ്ങ് തട്ടും. പ്രിയ വീണ്ടും ചോദിക്കും, ഉള്ളിന്റെ ഉള്ളില് എന്നെ എത്ര ഇഷ്ടാണോ? തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കാനാ ഇനി എന്റെ തീരുമാനം എന്ന് പറഞ്ഞ് കിസ് ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങുമ്പോ, എന്താ ഈ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുമ്പോ പ്രിയങ്ക പറയും, ഡേ കളിക്കല്ലേ വരുൺ, വാതില് തുറന്നു വെക്കുന്നുണ്ടാണോ, ഇപ്പൊ അടയ്ക്കാലോ എന്ന് പറഞ്ഞു പോയി ഡോർ അടയ്ക്കാൻ തുടങ്ങുമ്പോ വരുൺ പറയും, ഡി എന്താ നിന്റെ ഉദ്ദേശം? പ്രിയ പറയും, എന്താ ഉദ്ദേശം? എന്റെ കെട്ടിയവനെ പ്രേമിക്കാൻ പോകുന്നു, പ്രേമം കൊണ്ടങ്ങ് മൂടാൻ. വരുൺ പറയും, ഫോൺ എടുത്തിട്ട് ആ മുത്തശ്ശി ഒന്ന് വിളിക്കേ. പ്രിയയ്ക്കും, എന്തിനെ? സ്നേഹിക്കാൻ അനുവാദം ചോദിക്കാനാ? വരുൺ പറയും, അല്ല, എല്ലാ കാര്യത്തിനും കുരുട്ടുബുദ്ധി പറഞ്ഞു തരുന്നത് മുത്തശ്ശിയല്ലേ, തലയ്ക്കോളം വന്നാ എന്താ ചെയ്യാന്നൊന്ന് ചോദിച്ചു നോക്ക്. വരുൺ എന്ന് വിളിച്ചുകൊണ്ട് കിന്നരിക്കാൻ പോകുമ്പോ, ഇമ്മാതിരി കോപ്രായങ്ങളായിട്ട് എന്റെ മുന്നിൽ വരരുതേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുളസിത്തറയുടെ മുന്നിൽ വെച്ച് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ പേരിൽ എന്നെ സ്നേഹിക്കാനും വരണ്ട, എന്റെ സ്നേഹം വിലക്ക് എടുക്കാനും വരണ്ട. വരുൺ അതിൽ വരുൺ വീണ്ടും പറയും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ ഭൂമിയിലുള്ള സകല പെണ്ണുങ്ങളും ചത്തുപോയാൽ പോലും ഒരു പെണ്ണെന്ന രീതിയിൽ നിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ നിനക്ക് പറഞ്ഞുതരാ എന്ന് പറഞ്ഞ് വരുൺ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിൽ പ്രിയങ്ക വിചാരിക്കും, ഇതെന്തൊരു മനുഷ്യനാ, ഇടയ്ക്ക് കെട്ടിപ്പിടിക്കുക, അത് കഴിയുമ്പോ തള്ളി മാറ്റുക, വട്ടിന് ചികിത്സിക്കേണ്ടത് എന്നെയല്ല ഇയാളെയാ എന്ന് പറഞ്ഞിരിക്കുക പ്രിയ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക റൂമില് വരുണിന്റെ ഫോട്ടോ കയ്യിലെടുക്കുക. വരുൺ കയ്യിൽ ഉമ്മ കൊടുത്തതും
രാത്രി ഇറങ്ങുമ്പോ അടുത്ത് വന്നതും അങ്ങനെ ഓരോരോ സംഭവങ്ങള് ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ഫോട്ടോയിലോട് പറയും, ഞാൻ പോവാ, എന്റെ മനസ്സില് എന്നും നല്ല ഓർമ്മയായിട്ട് ഇയാളുണ്ടാവും. ഒന്നിച്ചു ചേരാനാകാഞ്ഞിട്ടും എന്നും കൃഷ്ണനെ പ്രണയിച്ച രാധയില്ലേ, അതുപോലെ ഭഗവാന്റെ മുന്നില് എന്റെ പ്രാർത്ഥന എന്നും ഇയാളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയാ എന്നിങ്ങനെ പറഞ്ഞ് ആ ഫോട്ടോ മാറോട് ചേർത്ത് പിടിക്കണേ. ശേഷം വരുണ് മുമ്പ് രാധികയെ പ്രപ്പോസ് ചെയ്ത ആ ഫസ്റ്റിലത്തെ സംഭവല്ലേ, അതിങ്ങനെ ആലോചിക്കുക. അതൊക്കെ ആലോചിച്ച് പ്രാണനെ പോലെയുള്ള ആ ഒരു സ്നേഹം മനസ്സിലേക്ക് വരികയാണെ. അത്രയും സങ്കടമുണ്ട്. ശേഷം ആ ഫോട്ടോയിൽ ഇങ്ങനെ ഉമ്മ വെക്കാനായിട്ട് പോകുമ്പോഴേക്കും മുത്തശ്ശി അന്ന് സത്യം ചെയ്യിച്ച കാര്യം ഓർമ്മ വരും. അത് കാരണം അതിൽ ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല. രാധികയ്ക്ക് വല്ലാത്ത സങ്കടാകും. കരഞ്ഞോണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സൂരി രാത്രി ഇങ്ങനെ പുറത്തൂടെ നടക്കണേ. പതിയെ പതിയെ നടക്കുന്നത് നല്ല വേദനയൊക്കെ ഉണ്ട്, എങ്കിലും നടക്കുക തന്നെ ചെയ്യണേ. അപ്പോ ഏട്ടാ എന്ന് വിളിച്ച് രാധിക അങ്ങോട്ട് വരും. വാ മോളെ. രാധിക പറയും, ഏട്ടാ ഞാൻ നാളെ രാവിലെ ആറ്റുശ്ശേരിയിലേക്ക് തിരികെ പോവാ. സൂര്യക്കും എന്താ പെട്ടെന്നൊരു നടക്കും കൽപ്പന അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. രാധിക പറയും, ഏട്ടത്തെ അങ്ങനെ പറഞ്ഞോണ്ടൊന്നുമല്ല, മാത്രല്ല ഞാൻ ഇത്ര നാളായിട്ട് ഇപ്പൊ കണിമംഗലത്ത് നിൽക്കുക, അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കണ്ടേ, പാവങ്ങളെ എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. സൂര്യ പറയും നന്നായി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ എന്താണെന്ന് ഏട്ടനറിയാം. ഏട്ടൻ പറഞ്ഞ ഇവിടെ നിൽക്കുവോ കുറച്ചു നാളുകൂടെ? അതിൽ രാധിക പറയും, വേണ്ട ഏട്ടാ, ഈ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുക എന്നൊക്കെ പറയാറില്ലേ, അതാ നല്ലത്. ഞാനിവിടെ നിന്നതിന്റെ ഉദ്ദേശം പൂർണ്ണമായില്ലേ, എന്റെ ഏട്ടൻ നടന്നല്ലോ, ഞാൻ പോവാ. ഇനി ഇവിടെ നിങ്ങളുടെ ജീവിത, ഏട്ടന്റെയും ഏട്ടത്തിയുടെയും വരുണിന്റെയും പ്രിയങ്കയുടെയും. സൂര്യ പറയും, ആശംസയൊക്കെ കൊള്ളാം, പക്ഷെ ഈ പറഞ്ഞ 4 പേരും എവിടെ നിൽക്കുന്നതെന്ന് അറിയില്ലേ? രാധിക പറയും, അതൊക്കെ മാറുന്നേ. ഏട്ടനില് ഏട്ടത്തിക്കുണ്ടായ അയോഗ്യത എന്താ? ഏട്ടൻ തളർന്നിരുന്നു പോയതല്ലേ, അത് മാറിക്കഴിഞ്ഞ പിന്നെന്താ കുഴപ്പം? എല്ലാം തികഞ്ഞൊരു ഭർത്താവിന്റെ സ്വപ്നം കാണുന്ന ആൾക്ക് ഇനി ഏട്ടനെ കാണാലോ. പിന്നെ വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യം, അവർക്കിടയിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഏട്ടനൊരു നല്ല കുടുംബജീവിതം നയിക്കുമ്പോ വരുണിനെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ അച്ഛൻ എന്നോട് പറഞ്ഞതാ, അവരുടെ ജീവിതത്തിന് നീ കാവലാവുന്ന, തിരിച്ചു പോകുമ്പോ ആ കാവല് ഞാൻ ഏട്ടനെ ഏൽപ്പിക്കാം. ഏട്ടൻ പറയും, എത്ര നന്നായിട്ടാ നീ സംസാരിക്കുന്നത്, എങ്ങനെയാടി നിനക്കിതിന് പറ്റുന്നത്? നിന്റെ നിർബന്ധങ്ങള് ആ സ്വഭാവം ഏട്ടനറിയാം, അതുകൊണ്ട് ഏട്ടനെ ഇനി അപേക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഏട്ടനെ കാണാൻ വരണം നീ. ഏട്ടൻ ആറ്റുവാശ്ശേരിയിലേക്കും വരും, എന്റെ അനിയത്തി അവിടെയല്ലേ ഉള്ളത്? രാധിക പറയും, പിന്നെ ഏട്ടാ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ മോളെ? രാധിക പറയും, ഏട്ടന് വരുണിന്റെ കാര്യത്തില് ഒരു ശ്രദ്ധ വേണം. വരുണിന്റെ ജീവന് എന്തോ ആപത്തുണ്ടെന്നൊരു തോന്നല്. സൂര്യക്കും അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല തോന്നലാണ്, പക്ഷെ ഭഗവാന്റെ മുന്നിൽ ഇരിക്കുമ്പോ എനിക്ക് വരുന്ന പല തോന്നലുകളും സത്യമായിട്ട് വരാറുണ്ട്. ആ പേടി കൊണ്ടാ ഞാൻ പറയുന്നത്. ഏട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരുണിനെയല്ലേ? സൂര്യ പറയും, യെസ്, അതെനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ തോന്നിയ പേടിയില്ലേ, അതങ്ങ് ഒഴിവാക്കി കളഞ്ഞേക്ക്. ഏട്ടൻ വരുണിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഏട്ടനൊന്നും സംഭവിക്കാതെ വരുണിനെ ആരും തൊടില്ല. അത് മതി. പിന്നെ ഇനി ഇവിടെ നിൽക്കുന്നത് ഏട്ടത്തി കണ്ട എന്റെ യാത്രയപ്പോ കെങ്കേമാവും. ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ, മോളെ വല്ലാണ്ട് മനസ്സിന് സങ്കടം തോന്നിയാലേ ഏട്ടൻ വിളിക്കൂട്ടോ നിന്നെ. നിന്നോട് അല്പനേരം സംസാരിച്ചാൽ വല്ലാത്തൊരു സമാധാനം കിട്ടുന്ന ഫീലാ. പോയിക്കോ. അങ്ങനെ സൂര്യയോടും യാത്ര പറഞ്ഞ് രാധിക പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രാധിക പോകുന്നത് എല്ലാരും അറിഞ്ഞു. പരമേശ്വരൻ പറയും, ആ കുട്ടി പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അമ്മ? മുത്തശ്ശി പറയും, അതെ. അപ്പൊ അച്ഛൻ പറയും, ഒരിക്കൽ ഞാൻ ഇവിടുന്ന് അവളോട് ഇറങ്ങി പോവാൻ വരെ പറഞ്ഞതാ. അന്ന് അവളുടെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് സൂര്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പറയാറ്? അവനെ തിരികെ തന്നാല് ആയുഷ്കാലം മുഴുവനും ദൈവത്തിന്റെ അടിമയായിക്കോളാന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അടിമകളാണ്, ദൈവങ്ങളുടെ മുന്നിലല്ല, രാധിക മോളുടെ മുന്നിൽ. ഈ സമയം സൂര്യ വരും. മുത്തശ്ശി തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് രാധികയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പാടില്ലായിരുന്നോ? മുത്തശ്ശി പറയും, വേണ്ട മോനെ, തൽക്കാലം ആ കുട്ടിയുടെ ആഗ്രഹം നടക്കട്ടെ. ചില നല്ല ബന്ധങ്ങൾക്ക് ഒരിടവേള ഉണ്ടാവുന്നത് നല്ലതാ. ഈ സമയം ബിജുവും വരുണും കൂടെ വരും. വരുണും നല്ല വിഷമമുണ്ട്. അച്ഛൻ പറയും, ബിജു രാധിക മോളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം, പോകുന്ന വഴി അവിടേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനും മറക്കണ്ട. ഈ സമയം വരുണിന്റെ മുഖത്തെ ആ വിഷമം സൂര്യക്ക് മനസ്സിലാവുന്നുണ്ട്. വരുൺ, എന്ത് പറ്റിയടാ നിനക്ക്? വരുൺ പറയും, ഒന്നുമില്ല ഏട്ടാ, ഈ യാത്രയപ്പുകള് എപ്പോഴും സങ്കടമുള്ള കാര്യല്ലേ, അത് ആരുടെ ആണെങ്കിലും എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ നോക്കണേ. തന്റെ ഭാര്യയെ തന്നെയാണ് യാത്ര അയക്കുന്നതെന്ന് ഇപ്പോ മുത്തശ്ശിക്ക് മാത്രല്ലേ അറിയൂ. അങ്ങനെ എല്ലാവരും വിഷമത്തിലാ. അപ്പൊ ഉണ്ടാവും പോവാനൊട്ടും താല്പര്യമില്ലെങ്കിലും പോയേ പറ്റൂന്നുള്ള പ്രതിജ്ഞയോടുകൂടി രാധിക അങ്ങോട്ട് വരുന്നത്. അങ്ങനെ രാധിക ഇറങ്ങി വരുമ്പോ വരുണിനെയാണ് നോക്കുന്നത്. രാധിക എത്തിക്കഴിയുമ്പോ അച്ഛൻ പറയും, നീ ഇനിയും കുറെ കാലം ഇവിടെ ഉണ്ടാവണം എന്നായിരുന്നു ആഗ്രഹം. രാധിക പറയും, ഞാൻ അധിക ദൂരെയൊന്നും പോകുന്നില്ലല്ലോ അച്ഛാ, എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? പത്മിനി എന്ന് പറയും, മോള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. രാധിക ഇന്ന് മൂളുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും കൽപ്പനയും പ്രിയങ്കയും അങ്ങോട്ട് വരികയാണ്. പ്രിയങ്ക വന്നിട്ട് പറയും,
പകരം ചേച്ചി പോയാൽ ചേച്ചി ഇനി ഇങ്ങോട്ട് വിടില്ല. വരുണങ്ങ് ദേഷ്യം വരും. എല്ലാരും നോക്കുമ്പോ പ്രിയങ്ക പറയും, അല്ല ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുക, അപ്പൊ പിന്നെ എങ്ങനെയാ പറഞ്ഞയക്കുന്നത്? പ്രിയങ്കയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴും നല്ല സന്തോഷാണേ. അതുപോലെ തന്നെ കൽപ്പനയ്ക്കും. കൽപ്പനയുടെ അടുത്തേക്ക് രാധിക ചെല്ലുമ്പോ മുഖം തിരിക്കും. കൽപ്പനടുത്ത് ചില നേരത്തെ ചില വാക്കുകൾ എനിക്കും കടുപ്പിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിട്ടല്ല. ഏട്ടനും ഏട്ടത്തെയും നന്നായി ജീവിക്കണം. പിന്നെ അധികം വൈകാതെ മറ്റെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്ന കാര്യം ഞാൻ പറഞ്ഞത്. കൽപ്പനയ്ക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ രാധിക പറയുന്നൊന്നും. കൽപ്പന പറയും, ഹോ ഇനി അതിനുവേണ്ടി നീ വ്രതമൊന്നും എടുക്കണ്ട, പിന്നെ അതിന്റെ മുഖത്തിലൂടെ ഞാൻ കേൾക്കേണ്ടി വരും. എല്ലാവർക്കും ഇങ്ങനെ പറയുമ്പോൾ വലിയ വിഷമാവുന്നുണ്ട്. രാധിക പിന്നെ പ്രിയങ്കയെ നോക്കി പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലും. എന്റെ അടുത്തേക്ക് എന്തിനാ വരണെന്നുള്ള രീതിയിലാ പ്രിയങ്ക നോക്കുന്നത്. പ്രിയെ, ഇവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ് വരുൺ ഇങ്ങനെ നോക്കുമ്പോ പിന്നെ ആ കണ്ണിലേക്ക് നോക്കാൻ രാധികയ്ക്ക് പറ്റുന്നില്ല. ഇഷ്ടം മാത്രം പോരാ, എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറാനും കഴിയണം എന്നൊക്കെ ഇങ്ങനെ ഒരു ചേച്ചിയായിട്ട് തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണേ. എന്നാ പ്രിയങ്കയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രാധിക അവിടുന്ന് പടിയിറങ്ങാണേ. വരുണാണെങ്കിലേ നല്ല സങ്കടമുണ്ട്. പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് പ്രൊമോയിലുള്ളത് രാധിക തിരിച്ച് ആറ്റുവശയിൽ എത്തിയിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അച്ഛനും അമ്മ കെട്ടിപ്പിടിക്കുന്നുണ്ട് രാധികയെ കാണുമ്പോ. വരുണിന്റെ അച്ഛനും മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു. അവര് നന്ദി പറയാണോ കരയാണോന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ രാധികയ്ക്ക് നല്ല സന്തോഷം. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തെ പ്രിയങ്കയോട് വരുണ് ചോദിക്കും, കണിമംഗലത്തിന് സ്വത്തിനെ അല്ലാതെ താൻ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ഉൾക്കൊള്ളാൻ തനിക്ക് ഒട്ടും പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് മാന്യമായിട്ട് അങ്ങ് പിരിയാം എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രിയങ്ക അതിലൊന്നും തയ്യാറാവാതെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെയാണ് പ്രമോയിലുള്ളത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്